ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം നോക്കാം. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഭാരതവംശജ ഏവം ഇപ്രകാരം ഗുഡാകേശേന അർജുനനാൽ ഉക്തഃ പറയപ്പെട്ട ഹൃഷീകേശഃ കൃഷ്ണ ഭഗവാൻ ഉഭയോ സേനയോഹോ രണ്ട് സൈന്യങ്ങളുടെ മധ്യേ നടുവിൽ രഥോത്തമം ശ്രേഷ്ഠമായ തേര് സ്ഥാപിച്ചിട്ട്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ ഭാരതപുത്ര, അർജുനന്റെ വാക്ക് കേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി. ഇതാണ് ഇതിൻ്റെ സാമാന്യാർത്ഥം. ഇവിടെ സഞ്ജയൻ ആരെയാണ് ഭാരതപുത്ര എന്ന് വിളിക്കുന്നത്? ദുര്യോധനന്റെ പിതാവായ ധൃതരാഷ്ട്രരെയാണ് സഞ്ജയൻ ഭാരതപുത്ര എന്ന് വിളിക്കുന്നത്. അപ്പോൾ യുദ്ധകളത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സഞ്ജയൻ പറഞ്ഞു, നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, അർജുനൻ എന്താണ് പറഞ്ഞത്? ഭഗവാനോട് ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ട് ഈ രഥത്തെ നിർത്തിയാലും അവിടെ യുദ്ധത്തിന് തയ്യാറായിട്ട് വന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ഞാൻ കാണട്ടെ എന്ന് അർജുനൻ പറഞ്ഞു. അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചതാണ്. അപ്പോൾ സഞ്ജയൻ ഇവിടെ പറയുകയാണ്, അർജുനൻ അങ്ങനെ പറഞ്ഞ നിമിഷം ഭഗവാൻ എന്ത് ചെയ്തു? ആ രഥത്തെ രണ്ടു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ട് നിർത്തി. ഗുഡാകേശേന അർജുനനാൽ. ആരാണ് ഗുഡാകേശൻ? അർജുനനാണ്. ഗുഡ എന്നാൽ നിദ്ര എന്നാണ് അർത്ഥം. ഗുഡാകേശൻ എന്നാൽ നിദ്രയെ ജയിച്ചവൻ എന്ന്. നിദ്രയാകുന്ന അജ്ഞാനത്തെ ജയിച്ചവനാണ് ആര്? അർജുനൻ. അർജുനൻ എങ്ങനെയാണ് നിദ്രയാകുന്ന അജ്ഞാനത്തെ ജയിച്ചത്? ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും കൂടെയുള്ള അർജുനന് പ്രകാശപൂർണമായ ആ ഭഗവാന്റെ സാമീപ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ അർജുനന് വളരെ വേഗം കഴിഞ്ഞു. ഹൃഷീകേശൻ എന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കേൾക്കാത്തവർക്ക് ഒന്നുകൂടി പറയാം. മനോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നാണ് ഹൃഷീകേശൻ എന്ന വാക്കിന് അർത്ഥം. ആരാണ് ഹൃഷീകേശൻ? ഭഗവാനാണ്. ഇവിടെ രഥോത്തമം എന്ന് പറയുന്നു, ശ്രേഷ്ഠമായ തേര്. എന്താണ് ആ തേരിന് അത്രയും പ്രത്യേകത? അർജുനന് അഗ്നിദേവൻ കൊടുത്തതാണ് ആ തേര്. മാത്രമല്ല, ആ രഥത്തിൻ്റെ കൊടിക്കൂറയായിട്ടിരിക്കുന്ന ആ ചിഹ്നം എന്താണ്? ഹനുമാൻ സ്വാമിയാണ് ആ കൊടിക്കൂറയിലെ ആ ചിഹ്നം. പിന്നെയോ ഭഗവാനാണ് ആ രഥം നയിക്കുന്നതും. അതുകൊണ്ടാണ് ഈ തേര് അല്ലെങ്കിൽ രഥം അത്രയും ശ്രേഷ്ഠമായത്. ഏവമുക്തോ, ഇവിടെ പദം പിരിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഏവം പ്ലസ് ഉക്തോ എന്നാണ് ഇത് പിരിച്ച് പറയുമ്പോൾ പറയുന്നത്. അത് ചേർത്ത് പറയുമ്പോഴാണ് ഏവമുക്തോ എന്ന് പറയുന്നത്. ഏവം എന്നാൽ ഇപ്രകാരം, ഉക്തഃ പറയപ്പെട്ട, ഏവമുക്തോ ഇപ്രകാരം പറയപ്പെട്ടു എന്ന് അർത്ഥം. ഈ 24-ാമത്തെ ശ്ലോകം അതിൻ്റെ അർത്ഥം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.